നമസ്കാരം. ബസ് സ്റ്റേഷൻ കാണിക്കുന്നത് എന്താണ് പ്രശ്നം? എന്താണ് എവിടെയാണ് നിങ്ങളുടെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞേ. ഒരു അഗ്നിരക്ഷാ ഉദ്യമം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. കോൾ വന്ന ഉടനെ സമയം പാഴാക്കാതെ വിവരം ലഭിച്ചിടത്തേക്ക് തിരിക്കും. എറണാകുളം ജില്ലയിലെ മാത്രം കണക്കെടുത്താൽ കഴിഞ്ഞ 3 മാസത്തിൽ തീപിടുത്ത കേസുകൾ കൂടി വരുന്നത് കാണാം. ആക്രി വസ്തുക്കൾ ശേഖരിക്കുന്ന ഇടങ്ങളിലെ തീപിടുത്തം മുതൽ പറമ്പുകളിൽ ഉണ്ടാകുന്ന പുല്ലുകൾക്ക് തീ പിടിക്കുന്നതുവരെ അത് നീളും. ഡിസംബറിൽ എറണാകുളം ജില്ല മാത്രം 187ഓളം ഫയർ കോളുകളുണ്ടായി. പക്ഷേ ഇപ്പോൾ ജനുവരി 2026 ഈ ആഴ്ച 150ൻ്റെ അടുത്ത് ഫയർ കോളുകളായി എറണാകുളം ജില്ലയിൽ അറ്റൻഡ് ചെയ്തു. ഏറിയ പങ്കും ആളുകളുടെ അശ്രദ്ധയിൽ നിന്നാണ് തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. മാലിന്യ കൂമ്പാരത്തിന് തീയിട്ട് അത് കിടത്താതെ പോകുന്നതിൽ നിന്നുണ്ടാകുന്ന തീപിടുത്തം, സിഗരറ്റ് കുറ്റിയിൽ നിന്ന് പടരുന്ന തീ, കൂടാതെ ഷോർട്ട് സർക്യൂട്ട് പോലുള്ള സാങ്കേതിക പിഴവുകളും കാരണമാകുന്നു. വേനൽ കനക്കും തോറും ഇത്തരം തീപിടുത്ത കേസുകൾ ഇനിയും ഉയരുന്നതാണ് മുൻവർഷങ്ങളിൽ കണ്ടിട്ടുള്ളത്. ജീവൻ പോലും പണയം വെച്ചുള്ള ദൗത്യത്തിൽ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിനുൾപ്പെടെ പ്രതിസന്ധികൾ ഇവർ നേരിടുന്നുണ്ട്. ഇടുങ്ങിയ വഴികളും വശങ്ങളിലെ പാർക്കിങ്ങും അലക്ഷ്യമായി കിടക്കുന്ന കേബിളുകൾ ഉൾപ്പെടെയായി അവ നീളും. തീപിടുത്തമുണ്ടാകാനുള്ള കാരണങ്ങൾ മുതൽ രക്ഷാസേനയ്ക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളിലുൾപ്പെടെ ചെറിയ ശ്രദ്ധ കൊണ്ടുവന്നാൽ ചില കേസുകളെങ്കിലും ഇല്ലാതാക്കാൻ നമുക്കും സാധിക്കും.